നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് ഒരു ചില്ലി ബീഫ് ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ കുറച്ച് കഴുകിയ ബീഫ് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് കുറച്ചിട്ടു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഓക്കെ, നമുക്കിനി സോയാ സോസ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് സോയാ സോസ് ഒഴിക്കാം. പിന്നെ വേണ്ട ചില്ലി സോസ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തു. പിന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലെക്സ് ആഡ് ചെയ്യാം. പിന്നെ നമുക്കൊരു മുട്ടയും കൂടെ ആഡ് ചെയ്യാം ഇതിനകത്ത്. എന്നിട്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ, നല്ലതായിട്ട് പിടിക്കണം. കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കണമായിരുന്നു, ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് കാണിക്കാൻ വിട്ടുപോയി. ഓക്കെ, കുറച്ച് വിനാഗിരിയും കൂടെ നമ്മൾ ഒഴിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കി നമുക്കിതെടുത്ത് ഒന്ന് റെസ്റ്റിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം. ഓക്കെ, വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്യാണ്. 3-4 എടുത്തിട്ടുണ്ട് ഞാനതിൽ, 3-4 എടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. നമ്മൾ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊന്നും വളരെ കുറവായിട്ട്, ഇതൊരു ചൈനീസ് ഐറ്റം ആണല്ലോ. അപ്പം അതിനകത്തുള്ള അവൈലബിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നമ്മുടെ വീടുകളിലൊന്നും റെഗുലറായിട്ട് മലയാളികളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ബട്ട് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്യണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് വളരെ ടേസ്റ്റാണ്. വ്യത്യസ്തമായിട്ടുള്ള രുചി നമുക്ക് ഈ ബീഫിൽ നിന്ന് കൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വ്യത്യസ്തത, നമ്മൾ മലയാളികൾ പൊതുവേ നമ്മൾ വ്യത്യസ്തതകൾ താല്പര്യപ്പെടാത്ത ആൾക്കാരാണ് ഈ പറയുന്ന ഫുഡിലൊക്കെ. ഇപ്പോൾ മാറിയിട്ടുണ്ട്, പുതിയ ജനറേഷൻസൊക്കെ വളരെ അഡ്വാൻസ്ഡാണ്. അവർക്കൊക്കെ എപ്പോഴും ഒരു പുതിയ സാധനങ്ങൾ. ഇപ്പം നമ്മൾ പഴയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ബീഫാണെങ്കിൽ ഇങ്ങനെ വെക്കണം. അപ്പം ഇത് നമുക്ക് ആദ്യം കുറച്ച് ഉള്ളി, നമ്മുടെ സാധാരണ ഉള്ളി അരിയുന്ന പോലെ അല്ലല്ലോ, എല്ലാവർക്കും അറിയായിരിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് 4ആയിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ അടുത്തിയെടുക്കണം കേട്ടോ. ഓക്കെ, ഇങ്ങനെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്താൽ മതി. കണ്ടോ, സിമ്പിളായിട്ട് വരും. ഓക്കെ, സോ ഇറ്റ് ഈസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രോസസ്സിങ് ഒക്കെ കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാം എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. ഞാൻ ആദ്യം പറഞ്ഞ് ക്ഷമിക്കണം. ഇതിനകത്ത് ക്യാപ്സിക്കം എടുത്തു, 3 കളറാണ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് മഞ്ഞയും യെല്ലോയും എടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊരു കളർഫുള്ളാകാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്യേണ്ട. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം നമ്മളുടെ നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞത് കണ്ടില്ലേ, അതേപോലെ തന്നെ നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അതിന് നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് ആ വൈറ്റ് കളറൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഒരു യൂണിഫോമായിട്ട് തന്നെ നമുക്കത് കട്ട് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ച് ഇതുണ്ട് ഇത് ചെയ്യാൻ വേണ്ടി. പക്ഷേ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം സുഹൃത്തുക്കളെ. സമയമൊക്കെ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ബട്ട് ഇറ്റ്സ് അമേസിങ്, നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പം ഡെഫിനറ്റ്ലി നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ അപ്പം അങ്ങനെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയോ നിങ്ങളുടെ കമൻസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് പിന്നെയും ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റൊക്കെ വരും. സോ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മളെ ലൈക്ക് ചെയ്യണം. ഓക്കെ, എൻ്റെ ഒരു പുതിയ ചാനലാണ്. ഞാനിത് ഒരു കൊറിയൻ ഡപ്പ് ഓർഡർ
ഞാനിത് റെസ്റ്റ് ചെയ്തത് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു 1/2 മണിക്കൂർ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഓയിൽ ഒഴിക്കാം. ഓക്കെ, ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ബീഫ് ചെറുതായിട്ട് എടുത്തിട്ട് ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു, ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്യണം കൂട്ടുകാരെ. എന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള ഇപ്പം ബീഫ് ചില്ലി ഒക്കെ നമ്മളിത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഓർക്കുന്നത്, ഞാൻ ഐ തിങ്ക് എനിക്കൊരു എന്ന് പറഞ്ഞാൽ ചൈനയിൽ എന്തോ ഇവിടെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ചൈനയിൽ ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആ സോയാ സോസിൻ്റെയൊക്കെ. അപ്പോൾ എനിക്കൊരു വലിയ തന്നെ, എനിക്ക് സൗത്ത് കൊറിയയിലാണോ ഷങ്കായിലാണോ എന്ന് എനിക്ക് ഓർക്കുന്നില്ല. എന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്കൊരു ടേസ്റ്റ് അതെൻ്റെ മനസ്സിലിങ്ങനെ ഇരിക്കുന്നതായിട്ട് എനിക്ക് വളരെ ഇതായിട്ടുണ്ട്. അപ്പം അതേപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ചെയ്തിരിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു ഇൻ്റർനാഷണൽ ഡിഷാണ്. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. എനിക്കറിയില്ല ദിസ് ഈസ് ഹാപ്പനിങ് ബിക്കോസ് ഞാനിപ്പോൾ പറയത്തില്ല, ഞാൻ അതേപോലെ ഞാനിതിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ എനിക്കറിയായിരുന്നു, അതുകൊണ്ട് ഞാനൊന്ന് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ആ ടേസ്റ്റ് കിട്ടി. അത് ഒരു നല്ലൊരു സക്സസ് ആയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളിത് ഉറപ്പായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിതിനകത്ത് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടു, നമ്മുടെ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ആ ഉള്ളിയൊക്കെ ഒന്ന് ആഡ് ചെയ്യാം ആ വറുത്ത എണ്ണയ്ക്കകത്ത് തന്നെ കേട്ടോ. അത്യാവശ്യം ബ്രൗൺ കളറൊക്കെ ആയതിന് ശേഷമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ വേവൊക്കെ നോക്കണം. ഒത്തിരി ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൊള്ളൂല. ഞാൻ പറയുന്ന ഫ്രൈ എടുത്ത ബീഫിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് നല്ലതായിട്ട് നമ്മളത് ആഡ് ചെയ്തു. ഓക്കെ, സോ നമ്മുടെ ബാക്കിയുള്ള എല്ലാ സാധനം ക്യാപ്സിക്കം എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. കുറച്ച് കൊറിയണ്ട ലീഫും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് അത്യാവശ്യം നല്ലതായിട്ടൊരു മണം വരുന്നുണ്ട് കേട്ടോ. അതിനകത്ത് നല്ല മണവും വരുന്നുണ്ട്. ഇനി നമ്മളിതിൻ്റെ എഗെയിൻ അതിൻ്റെ പ്രോസസ്സിങ് ആണ്. നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുന്നു, പിന്നെ നമ്മളുടെ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നു, പിന്നെ സോയാ സോസ് ഒഴിക്കുന്നു, ചില്ലി സോസ് ഒഴിക്കുന്നു, കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വിനാഗിരി കുറച്ചൊഴിച്ചു. ഉപ്പൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ സോയാ സോസിനൊക്കെ ഉപ്പിൻ്റെ ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അധികം ഉപ്പൊക്കെ നിങ്ങൾ ബാലൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിനകത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് ആഡ് ചെയ്തിട്ടാണല്ലോ നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ വെജിറ്റബിളിൽ മാത്രം മതി. ഇപ്പം എന്തേ ആയിട്ടില്ലേ, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പറയുന്ന പോലുള്ള മണമല്ല ഇതിന്. ടേസ്റ്റ് ഒരു ചൈനീസ് അമേസിങ് ആണ്. നല്ല രസവും നല്ല കളറും ഒക്കെ വരുന്നുണ്ട് സുഹൃത്തുക്കളെ. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം. ഓക്കെ, നല്ല ടേസ്റ്റ്. ഞാൻ വെറുതെ പറയല്ല കേട്ടോ. യു ട്രസ്റ്റ് മീ, ഞാൻ പറയുന്നത് നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്യണം. ഓക്കെ, എക്സലൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.